അമ്പാടിയുടെ സഹാക്കള് പോരാളി ഷാജി എന്നീ പേജുകളിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത്. ഈ പേജുകളുടെ അഡ്മിൻ ആരാണെന്ന് അറിയില്ല. അവർ സ്വയം വെളിപ്പെടണമെന്നാണ് CPM നേതാക്കൾ തന്നെ പറയുന്നത്. ഒരു അജ്ഞാതമായ ഉറവിടം അത് ആരുടേതാണ്? അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ അജ്ഞാതമായ ഉറവിടത്തിൽ നിന്ന് വന്ന സാധനം ഒരു മുൻ MLA ജില്ലാ സെക്രട്ടറി ആയിട്ട് പിന്നെ ബന്ധമുള്ള ഒരാൾ സ്വന്തം ഫേസ്ബുക്കിലിട്ടിട്ട് എന്തൊരു വർഗീയതയാണ്ടോ ഇത് എന്നൊക്കെ എന്നോട് ചോദിക്കുക. ആ ചോദ്യം കണ്ണാടി മുമ്പിൽ നിന്ന് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണ്ട. ഇത് ആളും അർത്ഥവും നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത അഡ്മിൻ ആണെങ്കിൽ ആ അഡ്മിനിൽ വന്ന ഒരു സാധനത്തിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നേരിട്ട് ചോദിക്കുക. എതിരാളിയെ കാഫിർ എന്ന് വിളിച്ചിട്ട് എന്തൊരു മതേതരത്വമാണ് ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നതെന്ന് സ്ഥാനാർത്ഥിയെ ചോദിക്കുന്നത്. ഇവർക്ക് അറിയാത്ത അഡ്മിൻ ആണെങ്കിൽ ആ അഡ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നൊരു പോസ്റ്റിന്റെ പേരിൽ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും എതിരാളിയെ കാഫിറാക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് എന്ന പേരിൽ LDFന്റെ CPMന്റെ പരിപാടി വടകരയിൽ നടക്കുക. ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നെ പ്രത്യേകിച്ച് എന്നെ ഒരു വർഗീയവാദിയാക്കി ഇപ്പോഴും ഒരു മുൻ MLAയുടെ പോസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ എന്ന വർഗീയവാദിയെ ഒറ്റപ്പെടുത്തണം, ആ ചാപ്പ എൻ്റെ മേൽ വീഴില്ല എന്നുള്ളത് ഉറച്ചു പറഞ്ഞത് ഞാൻ ഹരിശ്ചന്ദ്രനായതുകൊണ്ടോ ഞാൻ പിന്നെ നിഷ്കളങ്കത അഭിനയിക്കുന്നതുകൊണ്ടൊന്നല്ല, ഞാൻ ഈ തെമ്മാടിത്തരം കാണിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. ഞങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവൃത്തി നടത്തിയിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. ആവശ്യമുള്ളപ്പോൾ തലോടി വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കുക. തിരിച്ചടി നേരിടുമ്പോൾ ബന്ധവും അഡ്മിനും അറിയില്ല എന്ന് പറയുക. ആ ഇരട്ടത്താപ്പ് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇപ്പോൾ ഇവർക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വന്നതിന് ഏറ്റുപിടിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകളിൽ എനിക്കെതിരെ പറയല്ലേ. ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിന്നെ പ്രചരണം നടത്തുകയല്ലേ. അപ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് തലോടി വളർത്തി വലുതാക്കി മടിയിലിരുത്തിയിട്ട് ഇപ്പം ഇത് കുഴപ്പമാവുമെന്ന് കണ്ടപ്പോൾ അയ്യോ ഞങ്ങൾ അവരുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ ജനങ്ങൾ മൊത്തം വിശ്വസിക്കണോ? ഞാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇവിടുത്തെ DGPയോ അല്ല, ഞാൻ വടകരയിലെ MP ആണ്. ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത MP. ഇതാരാണെന്ന് കണ്ടെത്താനും പിടിക്കാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും സാങ്കേതികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ആളുകൾ ഇരുട്ടിൽ തപ്പുന്നത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, പിടിച്ചാലുണ്ടാവുന്ന രാഷ്ട്രീയ ക്ഷീണം ആലോചിച്ചിട്ട് അതിനെ ഡിലേ ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളാണ്. അല്ല, അതങ്ങനെ കഴിയരുത്. കാരണം എന്താ പറയുക, ഇത് കേവലം ഒരു തരം ഒരു ആക്ഷേപം ഉന്നയിക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇവർ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുക, അങ്ങനെയല്ല. അങ്ങനെ ചെറിയ ഒരു കാര്യമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഇത് ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ വളരെ സീരിയസ് ആയിട്ടുള്ള ഹീനമായിട്ടുള്ള ഒരു ശ്രമമാണ്. അതിൻ്റെ പുറകിൽ ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് ഈ നാടിനോട് ചെയ്യുന്ന, നാടിൻ്റെ ഐക്യത്തോട് ചെയ്യുന്ന വല്ല അനീതിയാണ്. ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യും. ഞങ്ങൾ കോടതിയുടെ സഹായവും ഞങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ എക്സ്പോസ് ചെയ്യുന്ന നിലപാടും ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പോലീസ് വിചാരിച്ചാൽ മിനിറ്റുകൾ മതി. പോലീസ് വിചാരിക്കാത്തത് CPMന് വേണ്ടി തന്നെയാണെന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി. എന്തായാലും ആ ചെറുപ്പക്കാരനല്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ അയാൾക്കെതിരെ അങ്ങനെ ഒരു കാര്യം കണ്ടെത്താൻ അയാളുടെ മൊബൈൽ പരിശോധിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പോലും പോലീസ് ആ തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകളിലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം അവർ പറഞ്ഞില്ല. അതും കോടതി ഇടപെട്ടപ്പോഴാണ് പോലീസ് പറയുന്നത്. ആ പയ്യനോട് റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ പറഞ്ഞത് ഇതിൻ്റെ കോപ്പി വേണമെന്ന്, അത് തരൂലാന്ന്. FIR കോടതിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അല്ലാതെ ഞങ്ങൾക്ക് ആലോചിച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. പോലീസ് ഇതിനെ കൂട്ടി നിൽക്കരുത്. ഈ കള്ളക്കളിക്ക് പോലീസ് കൂട്ടി നിൽക്കുന്നത് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഞാൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഈ നാടിൻ്റെ ഐക്യത്തെ സംബന്ധിച്ചും മതേതരത്വത്തെ സംബന്ധിച്ചൊക്കെ പറയുന്ന വാക്കുകളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വൃത്തികേട് വടകരയിലെ ജനങ്ങളോടും കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള കർശനമായ നിർദ്ദേശം കേരളത്തിലെ പോലീസിന്, ഈ പ്രദേശത്തിൻ്റെ പോലീസിന് കൊടുക്കാൻ തയ്യാറാവണം. അവിടെ പാർട്ടിക്കുണ്ടാവുന്ന ക്ഷീണം ആലോചിച്ചിട്ട് ഇവരെയൊക്കെ ഒളിപ്പിച്ചാൽ അവർ നാളെ ഈ നാടിനോട് ഇതിലും വലിയ ക്രൂരത ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തിരിച്ചറിയണം. ആർജവമുണ്ടെങ്കിൽ അവരെ വെളിയിൽ കൊണ്ടുവരാൻ നടപടിയെടുക്കണമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. ഞങ്ങളിപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലോ, കോടതി ചോദിച്ച എക്സ്പ്ലനേഷൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും പുറത്തു വന്നത്.
അപ്പോൾ ഇതിൻ്റെ തുടർ കാര്യങ്ങളിൽ കോടതി ഇടപെടലുകളോടുകൂടി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾക്ക് ആശങ്കയുണ്ട് പോലീസിൻ്റെ ഈ മെല്ലെപ്പോക്കും പോലീസിൻ്റെ ഒളിച്ചു കളിയും ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് പോലീസ് വിധേയമാവുന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. അപ്പോൾ ആ വഴിക്ക് തന്നെയാണ് തുടരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും അന്വേഷണം UDF നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ ആവശ്യപ്പെടും. ഞാൻ പറയുന്നത് അവരെ വിളിച്ചു ചോദ്യം ചെയ്തു എന്ന് പറയുന്നു, അവരുടെ ഫോൺ പരിശോധിച്ചു എന്ന് പറയുന്നു. അതിൽ ഇതെന്തൊരു വർഗീയതയാണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എഴുതി പിടിപ്പിച്ചതായിരുന്നില്ലേ? ഇപ്പോഴും ചില പോസ്റ്റ് കിടക്കുന്നുണ്ട്, ഞാൻ വർഗീയവാദിയാണ്, എന്നെ നാട് കടത്തണം എന്ന് ഒറ്റപ്പെടുത്തണം എന്നൊക്കെ. ഞാൻ ചോദിക്കുന്ന അവർക്ക് എവിടുന്ന ഇത് കിട്ടിയെന്ന് അവരോട് പോലീസ് ചോദിക്കണ്ടേ? പോലീസ് നോഡൽ ഓഫീസറെ പിന്നെ പ്രതി ചേർക്കാൻ കാണിക്കുന്ന ആവേശത്തിന്റെ 10-1 ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും ഷെയർ ചെയ്ത ആളുകൾക്കെതിരെ കേസെടുക്കാൻ, ആ മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ എന്താ പോലീസ് കേസെടുക്കാത്തത്?